പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലുള്ള നാരണംകുഴി സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലെ UP ടീച്ചർക്ക് നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ 2025 ജനുവരി മാസം 4 അവർ നൽകിയ നിവേദനത്തിൽ ഞാൻ ഉദ്യോഗസ്ഥർക്ക് നടപടിക്കായി ഉത്തരവ് നൽകുകയുണ്ടായി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനുവരി മാസം 17 അഡ്വക്കേറ്റ് ജനറലിൻ്റെ കത്ത് ലഭിച്ചു. ജനുവരി 7 തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും കത്ത് നൽകി. എന്നാൽ ഇതിന്മേൽ തുടർ നടപടി കൈക്കൊള്ളാൻ താമസമുണ്ടായി. ഇതിനിടയിലാണ് ആ ദാരുണ സംഭവം ഉണ്ടായത്. നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിനാൽ വീഴ്ച വരുത്തിയ സീനിയർ ക്ലർക്ക്, സൂപ്രണ്ട്, PA എന്നിവരെ ഇന്നലെ തന്നെ രാവിലെ അന്വേഷണത്തിൽ ചുമതലപ്പെടുത്തി 5 മണിക്ക് അന്വേഷണത്തിൻ്റെ പ്രാഥമിക അന്വേഷണം ലഭിച്ചു. ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തു. സ്കൂളിലെ പ്രധാന അധ്യാപിക എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് മാനേജറാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്. മാനേജറിനോട് അതിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് 7/1 എൻ്റെ ഈ അപേക്ഷ കിട്ടുകയാണ്. ഞാൻ ആ അപേക്ഷ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്ന് മന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ ഇവരെ എന്നെ നേരിട്ട് വന്ന് അവർ ടീച്ചറും എല്ലാവരും കണ്ടിരുന്നു. ഞാൻ കൊടുത്തിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി സെക്രട്ടറിയാണല്ലോ ഇറക്കേണ്ടത്. 17/1/2025 പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ കോപ്പിയാണ് ഈ കാണുന്നത്. ഇത് ഉണ്ടായിട്ട് പോലും ഈ ടീച്ചറിനെ ഒരു 4-5 മാസം അവിടെ കയറ്റി ഇറക്കി എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു, മിനിസ്റ്ററുടെ ഉത്തരവുണ്ടായിരുന്നു. മിനിസ്റ്ററുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ രേഖാമൂലമുള്ള ഉത്തരവുണ്ടായിരുന്നു. ഇതിലെനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2ാം പിണറായി ഗവൺമെൻറ്റും 1ാം പിണറായി ഗവൺമെൻറ്റും ചുമതല ഏറ്റപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഫയൽ ഒരു ജീവിതമാണ്. ഈ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എഞ്ചിനീയറിങ്ങിന് മകന് ഫീസ് അടയ്ക്കാൻ ഈ പൈസ എടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ ഒരു സാധാരണ നടപടിയാണ്. അതിന് ശമ്പളമെല്ലാം കിട്ടും, വീട്ടിലിരിക്കുകയും ചെയ്യാം. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലൊരു വകുപ്പുണ്ട്. ചട്ടങ്ങളിൽ പറയുന്നത് ജോലിയിൽ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കേരള സിവിൽ സർവീസ് ചട്ടങ്ങളാണ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റത്തെയും അച്ചടക്കത്തെയും നിയന്ത്രിക്കുന്നത്. ഈ ചട്ടങ്ങളിലെ ചട്ടം 11 സർക്കാർ ജീവനക്കാർക്ക് നൽകാവുന്ന ശിക്ഷകളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഈ ചട്ടത്തിലെ ഉപവിഭാഗങ്ങൾ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ചട്ടം 11(8) ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ഭാവിയിലെ സർക്കാർ ജോലികൾക്ക് അയോഗ്യരായി കണക്കാക്കുമെന്നും ഈ ചട്ടം പറയുകയാണ്. യഥാർത്ഥത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ ഈ ചട്ടത്തിൽ പറയുന്ന അനുസരിച്ച് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് പിരിച്ചുവിട്ട് മാതൃക കാണിക്കേണ്ട നടപടി ഭാവിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറയുക, ഈ ഫയൽ തീർപ്പിന് വേണ്ടിയുള്ള എത്ര പ്രാവശ്യമാണ് ഫയൽ തീർപ്പിന് വേണ്ടിയുള്ള മേളകൾ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാലും 1 വർഷം, 2 വർഷം, 3 വർഷം വരെ ഒക്കെ ഈ ഫയൽ കഴിഞ്ഞിരിക്കുകയല്ലേ. അപ്പം അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടിയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് 4-5 മാസക്കാലം കഴിയുമ്പോൾ സസ്പെൻഷൻ പിൻവലിക്കും, വീണ്ടും അയാൾ ആ സ്ഥാനത്ത് ഇരിക്കും. തൻ്റെ അടുത്ത് വരുന്നൊരു ഫയൽ കൃത്യമായി തന്നെ അത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ബോധം ഈ ജീവനക്കാർക്ക് ഉണ്ടായാൽ മാത്രമേ
ഈ പാവപ്പെട്ടവരെതിരായിട്ടുള്ള ഈ നീക്കത്തിൽ നിന്ന് ഇവരെ പോലുള്ള ആൾക്കാർ പിന്തിരിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം.